ഹലോ, നമസ്കാരം. നമുക്കൊരു മസാല പൂരി ഉണ്ടാക്കിയാലോ നൈറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുവാണ്. ഇത് കണ്ടോ, 2 ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചത്. പിന്നെ അതിലേക്ക് വേണ്ടുന്ന ഐറ്റംസുകളാണ് മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മസാല, ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് 5 മിനിറ്റ് മുന്നേ ഞാനൊരു കുറച്ച് റവ എടുത്ത് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. അതൊരു ചെറിയ മഗ്ഗിൽ എടുത്തതാണ് റവ കേട്ടോ. പിന്നെ അടുത്തത് കുറച്ച് മൈദമാവ്, ഒരു ചെറിയ കപ്പ്. അതേപോലെ വീറ്റ് പൗഡർ, ഗോതമ്പ് പൊടി കേട്ടോ, അതും ഒരു കപ്പ്. പിന്നെ കസ്തൂരി മേത്തി, പിന്നെ മല്ലിയില, ഇതെല്ലാം എടുത്തിരിക്കുവാണ്. ഇനി ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ട വിധമെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇത് നന്നായിട്ട് കുഴച്ച് യോജിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നെയ്യ് ഇടണം. നെയ്യ് ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടിയുണ്ട്, അത് കുറച്ച് എടുത്ത് ആവശ്യത്തിന് കുറച്ച് ഇട്ടിട്ട് കുഴക്കുക. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴക്കണം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ വെള്ളങ്ങളൊന്നും ഒഴിക്കരുത് കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഈ കൈ വെച്ച് കുഴക്കണം. കുറച്ച് വെള്ളം ഇതിൽ കൂടുതലാണ്. അപ്പം അതിലേക്ക് കുറച്ചുകൂടി നമ്മുടെ ഗോതമ്പ് പൊടി ഇടണം. ആവശ്യത്തിന് ഗോതമ്പ് പൊടി നമുക്ക് കുഴക്കുമ്പോൾ അറിയാൻ പറ്റും. ഞാനൊരു മഗ് എടുത്തിട്ടുണ്ട്. 1 കപ്പാണ് ഗോതമ്പ് പൊടി എടുത്തേക്കണം. അത് മൊത്തം ഇട്ടു കേട്ടോ. അത് ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ ഇത് നന്നായിട്ട് കുഴക്കുക. ഇനി ഇത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി ചേർക്കുക. കോക്കനട്ട് ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഇതുപോലെ ചപ്പാത്തി മാവിൻ്റെ ഇതിൽ കുഴച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഇതിങ്ങനെ കുഴച്ചെടുത്ത് ഇനി ഇത് കുറച്ച് നേരം ഇത് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കാൻ പോവുകയാണ്. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ വരാം കേട്ടോ. നമ്മൾ ചപ്പാത്തിയുടെ മാവിൻ്റെ ഓരോ ഉരുളകളാക്കി ഇത് ചെയ്യാൻ പോവുക കേട്ടോ. ഇതുപോലെ ചപ്പാത്തി മാവിൽ ഇങ്ങനെ ആക്കി കണ്ടോ, ഇതുപോലെ ആക്കി ഇവിടെ വെക്കുക. എത്ര എണ്ണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത്രയും കേട്ടോ. എത്ര എണ്ണം വന്നു? 2, 4, 6, 7,
8, 9 പൂരിക്കുള്ളത് നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് മാവ് പെരട്ടി വേണം ഇതിങ്ങനെ വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ 9 എണ്ണം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് പരത്തി നമുക്ക് മൊരിയിക്കാം. ഇനി ചട്ടി ഒന്ന് എണ്ണ ചൂടാവട്ടെ, ഞാൻ കത്തിക്കാൻ പോവുകയാണ്. സ്റ്റവ് കത്തിച്ച് ഞാൻ ചട്ടിയിൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചപ്പാത്തി പോലെ പരത്തിയിട്ട് ചുട്ടെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകണം കേട്ടോ. ഞാൻ പരത്തി എല്ലാം വെച്ചു കേട്ടോ. ഇനി ചുടാൻ പോവാം. ചുട്ട് നമ്മൾ റെഡിയാക്കി. ഇതുണ്ടോ, സിമ്മിലാണ് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുക. എണ്ണയൊക്കെ പൊട്ടി മേലോട്ടൊക്കെ ഒന്നും വീഴ്ത്തരുത് കേട്ടോ. ഇത് കണ്ടോ, നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇടുക. ഇത് പപ്പടം പോലെ വീർത്ത് വരും കണ്ടോ. പപ്പടം പോലെ വീർത്ത് വരും. ഇതാ ചുട്ട് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് പൂരി, മസാല പൂരി റെഡിയായി. ഞാനൊരു തണുത്തത് എടുത്ത് കാണിക്കാം. നല്ല ചൂടുണ്ട്, കൈ പൊള്ളുക. കണ്ടോ, നല്ല ചൂടാണ്. ഇത് കണ്ടോ കണ്ടോ, മസാലപ്പൂരി അടിപൊളിയാണ് ടേസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാം കേട്ടോ.
ഇനി ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും ഈ മസാലപ്പൂരി പിള്ളേർക്ക് എല്ലാവർക്കും റെഡിയാക്കി കൊടുക്കുക. വൈകുന്നേരത്തെ സ്നാക്സായിട്ട് ഉപയോഗിക്കുക. വെറുതെ ചുമ്മാ ഇരുന്ന് കഴിക്കുക കേട്ടോ. കറികളൊന്നും ആവശ്യമില്ല.